ഹലോ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ ഫിഫ്ത്ത് മോഡലാണ് എടുക്കുന്നത് ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഡ്യൂറബിലിറ്റി ക്രൈറ്റീരിയാസ് എന്നൊക്കെയാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി എന്താണ് ഫയർ റെസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, കോൺക്രീറ്റ് നമുക്കറിയാം. കോൺക്രീറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വെയിറ്റ് കൊണ്ട് അല്ലെങ്കിൽ അതൊരു നോൺ കമ്പസ്റ്റബിൾ ആണ്, അല്ലെങ്കിൽ ഹൈലി ഫയർ റെസിസ്റ്റിംഗ് മെറ്റീരിയലാണ് കോൺക്രീറ്റ് നമുക്കറിയാം. ഓക്കെ, അതായത് കോൺക്രീറ്റ് എന്ന് പറയുന്നത് പിന്നെ ഇറ്റ്സെൽഫ് അതിനൊരു അഡീഷണൽ നമ്മളൊരു ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടീസോ അങ്ങനെയൊന്നും അതിന് അഡീഷണലി ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഇറ്റ്സെൽഫ് ആക്ട് ആസ് എ ഫയർ റെസിസ്റ്റിംഗ് മെറ്റീരിയൽ. അത് നോൺ കമ്പസ്റ്റബിൾ ആണ്, അത് ഹീറ്റ് കടത്തി വിടുന്നില്ല. സോ അതൊരു ഫയർ റെസിസ്റ്റിംഗ് മെറ്റീരിയൽ തന്നെയാണ്. ഇനി കോൺക്രീറ്റിൻ്റെ ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് കോൺക്രീറ്റ് ഇറ്റ്സെൽഫ് ടു വിത്ത്സ്റ്റാൻഡ് ഹീറ്റ് ആൻഡ് ദ സബ്സിക്വൻറ്റ് ആക്ഷൻ ഓഫ് വാട്ടർ വിത്തൗട്ട് ലൂസിങ് സ്ട്രെങ്ത് ആൻഡ് വിത്തൗട്ട് ക്രാക്കിംഗ് ഓർ സ്പാളിങ്. ഓക്കെ, അതായത് കോൺക്രീറ്റിൻ്റെ കപ്പാസിറ്റി, അതായത് അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ കോൺക്രീറ്റിൻ്റെ കപ്പാസിറ്റിയാണ് ഫസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് എന്താണ് കോൺക്രീറ്റ് അതിൻ്റെ ഇറ്റ്സെൽഫ് ഒരു ഫയർ റെസിസ്റ്റിംഗ് മെറ്റീരിയൽ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ക്രാക്ക് ചെയ്യോ അല്ലെങ്കിൽ പൊട്ടിപ്പോവോ ഫാൾ ചെയ്ത് പോവോ സ്പാളിംഗ് ഒന്നും സംഭവിക്കാതെ അത് അതിൻ്റെ കപ്പാസിറ്റി ഹയർ ആണെങ്കിൽ അതിന് ഹയർ ഫയർ റെസിസ്റ്റിംഗ് മെറ്റീരിയൽ പ്രോപ്പർട്ടി ഉണ്ടാവും. പിന്നെ അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി ഓഫ് കോൺക്രീറ്റ് ടു ഹീറ്റ്. കോൺക്രീറ്റിൻ്റെ ഹീറ്റിനെ കടത്തിയുടെ കണ്ടക്ടിവിറ്റിയാണ് അടുത്ത ഫാക്ടർ. പിന്നെ അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് തെർമൽ എക്സ്പാൻഷൻ ഓഫ് കോൺക്രീറ്റ് ആണ് അതിൻ്റെ തേർഡ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നെണ്ണമാണ് കോൺക്രീറ്റിൻ്റെ ഫയർ റെസിസ്റ്റൻസ് ഡിറ്റർമൈൻ ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമൽ കോൺക്രീറ്റ് ഹൈഡ്രോ കാർബൺ ഫയർ ആണെങ്കിൽ നോർമൽ കോൺക്രീറ്റിന് അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇൻ ഓർഡിനറി ബിൽഡിങ്സിൻ്റെ കേസിൽ നമുക്ക് എന്താണ് കോൺക്രീറ്റ് ടിപ്പിക്കലി അച്ചീവ് എക്സലൻറ്റ് ഫയർ റെസിസ്റ്റൻസ് റേറ്റിംഗ് അൺലെസ് ഇറ്റ് ഈസ് ടു വെറ്റ് വിച്ച് ക്യാൻ കോസ് ഇറ്റ് ടു ക്രാക്ക് ആൻഡ് എക്സ്പ്ലോഡ്. അതായത് ഓർഡിനറി കോൺക്രീറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ കോൺക്രീറ്റിന് ഇറ്റ്സെൽഫായിട്ട് തന്നെ ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട്. പക്ഷേ അത് ടു വെറ്റ് ആണെങ്കിൽ, അത് വെറ്റ് കണ്ടീഷനിലാണുള്ളതെങ്കിൽ കോൺക്രീറ്റിനകത്ത് എന്തുണ്ടാവും, ക്രാക്ക് വരാനും അതുപോലെ തന്നെ ഫയർ വരുന്ന സമയത്ത് കോൺക്രീറ്റിൽ ക്രാക്ക് ഉണ്ടാവാനും അത് എക്സ്പ്ലോഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നല്ലൊരു അൺപ്രൊട്ടക്റ്റഡ് കോൺക്രീറ്റിൻ്റെ കേസിലാണെങ്കിൽ സഡൻ എക്സോതെർമിക് റിയാക്ഷൻ ഓഫ് ആൻഡ് അൺബൗണ്ട് ഹ്യൂമിഡിറ്റി ഇൻസൈഡ് ദ കോൺക്രീറ്റ് കോസ് സച്ച് പ്രഷർ ആസ് ടു സ്പാൾ ഓഫ് ദ കോൺക്രീറ്റ് വിച്ച് ദെൻ വൈൻഡ് അപ്പ് ഇൻ സ്മോൾ പീസസ്. ഓക്കെ, അതായത് അൺപ്രൊട്ടക്റ്റഡ് കോൺക്രീറ്റിൻ്റെ കേസിൽ പെട്ടെന്നൊരു അതായത് ഫയർ വരുന്ന സമയത്ത് എൻഡോതെർമിക് റിയാക്ഷൻസ് നല്ല ഉണ്ടാവും. അതായത് ഫയർ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കോൺക്രീറ്റിൻ്റെ ഇൻസൈഡ് ഹ്യൂമിഡിറ്റി ഇൻക്രീസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനുള്ളിൽ കുറച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് ആ പ്രഷർ കൊണ്ട് കോൺക്രീറ്റിൻ്റെ സ്പാളിങ് സംഭവിക്കുക, അത് പൊട്ടിപ്പോവും കോൺക്രീറ്റിൻ്റെ കുറച്ച് പോർഷൻസ്. അങ്ങനെ കുഞ്ഞു പോർഷൻസ് ആയിട്ട് അത് എൻ്റെ ആ സ്ട്രക്ചർ തന്നെ വൈൻഡ് അപ്പ് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ആ സ്ട്രക്ചർ തന്നെ എൻ്റെ അത് ഡിസ്ട്രോയ് ചെയ്ത് പോകും. അതാണ് ഒരു അൺപ്രൊട്ടക്റ്റഡ് കോൺക്രീറ്റിൻ്റെ കേസിൽ ഫയർ ഉണ്ടായിക്കഴിഞ്ഞാൽ കോൺക്രീറ്റിന് സംഭവിക്കരുത്. നമുക്ക് ജനറലായിട്ട് പറയുകയാണെങ്കിൽ കോൺക്രീറ്റ് ഇറ്റ്സെൽഫ് ആക്ട് ആസ് എ ഗുഡ് ഫയർ റെസിസ്റ്റിംഗ് മെറ്റീരിയൽ എന്ന് പറയാം. പിന്നെ ആ 3 ഫാക്ടറാണ് അതിനെ എഫക്റ്റ് ചെയ്യുന്ന മേജർ ഫാക്ടേഴ്സ്, അതിന് ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് വെറ്റഡ് കോൺക്രീറ്റ് ആണെങ്കിൽ അതിന് ക്രാക്ക് ഉണ്ടാവാനും എക്സ്പ്ലോഡ് ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ അൺപ്രൊട്ടക്റ്റഡ് കോൺക്രീറ്റിൻ്റെ കേസിൽ കുഞ്ഞു സ്മോൾ പീസസ് ആയിട്ട് സ്പാളിംഗ് ഓഫ് സംഭവിച്ചിട്ട് കോൺക്രീറ്റ് ഡിസ്ട്രോയ് ചെയ്തു പോകും. അതാണ് കോൺക്രീറ്റിൻ്റെ ഫയർ റെസിസ്റ്റിംഗ് പ്രോപ്പർട്ടി പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് അതിൻ്റെ ഫ്രീസിങ് ആൻഡ് ത്രോയിങ് സൈക്കിൾ, എങ്ങനെയാണ് കോൺക്രീറ്റിന് ഫ്രീസിങ് ആൻഡ് ത്രോയിങ് സൈക്കിൾ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് വെൽ നോൺ ദാറ്റ് ഫ്രഷ് കോൺക്രീറ്റ് ഷുഡ് നോട്ട് സബ്ജക്റ്റഡ് ടു ഫ്രീസിങ് ടെമ്പറേച്ചർ. അതായത് ഫ്രഷ് കോൺക്രീറ്റ് ആണെങ്കിൽ അതിൽ ഫ്രീസിങ് ടെമ്പറേച്ചറിൽ ഫ്രീസിങ് എഫക്റ്റ് ഉണ്ടാവില്ല. ഫ്രഷ് കോൺക്രീറ്റ് കണ്ടെയ്നിങ് കൺസിഡറബിൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്രീ വാട്ടർ. If this free water is subjected to freezing temperature, discrete ice lances are formed. Water expand about 9% in volume during freezing. The fresh concrete once subjected to frost action will not recover the structural integrity.
Therefore, the fundamental point to note in dealing with cold weather concreting is that the temperature of the fresh concrete should be maintained above 0 degrees Celsius. അതായത് ഫ്രഷ് കോൺക്രീറ്റ് ഷുഡ് നോട്ട് ബി സബ്ജക്റ്റഡ് ടു അതായത് കോൺക്രീറ്റിൻ്റെ കേസിൽ നമ്മൾ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് ടെമ്പറേച്ചർ കുറയുന്ന സമയത്ത് കോൺക്രീറ്റിനകത്തുള്ള വാട്ടർ ഉണ്ടാവില്ലേ, അപ്പോൾ ആ വാട്ടറിന് എന്താ സംഭവിക്കുക, അത് ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യും. അങ്ങനെ വാട്ടർ ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് ഫോം ചെയ്യുമ്പം അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കോൺക്രീറ്റിനുള്ളിലെ പോർസിനുള്ളിൽ കുറേ ഫ്രഷ് നമ്മൾ യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വാട്ടർ ഉണ്ടാവില്ല, ആ വാട്ടറൊക്കെ ഈ കോൺക്രീറ്റിൻ്റെ പോർസിനുള്ളിൽ ഇങ്ങനെ വന്ന് നിൽക്കുമല്ലോ. അപ്പോൾ ഈ ഫ്രഷ് സ്റ്റേറ്റിൽ, അതായത് അത് ഹാർഡൻ ചെയ്യുന്നതിന് മുന്നേ, അത് മീൻസ് അത് ഹാർഡൻ സ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് മുന്നേ ഫ്രഷ് സ്റ്റേറ്റിലാണെങ്കിൽ, അപ്പോൾ ആ ഫ്രഷ് സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അത് ഫ്രീസിങ് ടെമ്പറേച്ചറിന് ആയിക്കഴിഞ്ഞാൽ, അതായത് ടെമ്പറേച്ചർ ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്, ടെമ്പറേച്ചർ നന്നായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീസിങ് ടെമ്പറേച്ചറിൽ എത്തിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള, അതുകൊണ്ടാണ് പറയുന്നത് ഫ്രഷ് കോൺക്രീറ്റ് ഷുഡ് നോട്ട് ബി സബ്ജക്റ്റഡ് ടു ഫ്രീസിങ് ടെമ്പറേച്ചർ. ഫ്രഷ് കോൺക്രീറ്റിനകത്ത് ടെമ്പറേച്ചർ ഒരിക്കലും ഫ്രീസിങ് ടെമ്പറേച്ചർ ആവാൻ പാടില്ല എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫ്രീസിങ് ടെമ്പറേച്ചർ എത്തിക്കഴിഞ്ഞാൽ, ഫ്രീസിങ് ടെമ്പറേച്ചർ 0 ഡിഗ്രിനേക്കാൾ കുറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. ഈ വാട്ടർ എല്ലാം എന്തായിട്ട് മാറും, ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറുമ്പം എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യുക. വാട്ടർ ഉണ്ടാകുമ്പോൾ ഇത്ര വോളിയത്തിലാണ് നിന്നതെങ്കിൽ ഐസായിട്ട് മാറുമ്പോൾ അത് അതിൻ്റെ 9% ഓഫ് അതിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. അങ്ങനെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിന് ക്രാക്സ് ഫോം ചെയ്യും അല്ലേ. അങ്ങനെ ക്രാക്സ് ഫോം ചെയ്യുമ്പോൾ എന്താണ്, അത് ആ കോൺക്രീറ്റിൻ്റെ എന്താണ് അതിന് കോൺക്രീറ്റ് എക്സ്പ്ലോഡ് ആവും. അതായത് കോൺക്രീറ്റ് പിന്നെ ക്രാക്സ് ഫോം ചെയ്തിട്ട് ആ കോൺക്രീറ്റ് സ്പാൾ ഓഫ് ചെയ്യും, അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്ത് നഷ്ടപ്പെടും, അതിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ കോൺക്രീറ്റിനകത്ത് ഈ ഫ്രോസ്റ്റ് ആക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഒരിക്കലും നമുക്കതിൻ്റെ സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ ഈ ഫ്രഷ് കോൺക്രീറ്റിനെ നമ്മൾ ഒരിക്കലും അതിന് ടെമ്പറേച്ചർ ഫ്രീസിങ് ടെമ്പറേച്ചറിനകത്തേക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആവാൻ അനുവദിക്കാൻ പാടില്ല. അതായത് ഫ്രീസിങ് ടെമ്പറേച്ചർ ആവാൻ പാടില്ല. ഫ്രീസിങ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ബിലോ 0 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവ് ടെമ്പറേച്ചറിൽ ഒരിക്കലും നമ്മൾ ഫ്രഷ് കോൺക്രീറ്റ് നമ്മൾ കീപ്പ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ അതിനകത്ത് ഫ്രീസിങ് ആൻഡ് തോയിങ് ആക്ഷൻ നടന്നിട്ട് ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്തിട്ട് അതിൻ്റെ ക്രാക്സ് ഫോം ചെയ്യും. അപ്പോൾ അത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്ത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറബിലിറ്റിന് ക്രാക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡ്യൂറബിലിറ്റി കുറയും. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത് ഫ്രീസിങ് ആൻഡ് ത്രോയിങ് സൈക്കിളിനകത്ത്. ഇനി ഹാർഡൻഡ് കോൺക്രീറ്റിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. The fully hardened concrete is also vulnerable to frost damage, particularly to the effect of alternative cycles of freezing and thawing. The severest condition for forced action arises when concrete has more than one phase exposed to weather and in such a position that it remains wet for long period. അതായത് ഫ്രഷ് കോൺക്രീറ്റിൻ്റെ കേസിൽ മാത്രമല്ല ഹാർഡൻഡ് കോൺക്രീറ്റിൻ്റെ കേസിലും ഫ്രോസ്റ്റ് ഡാമേജ് അല്ലെങ്കിൽ ഫ്രോസ്റ്റ് ഡാമേജ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഹാർഡൻഡ് കോൺക്രീറ്റിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീസിങ് ആൻഡ് ത്രോയിങ് സൈക്കിൾ ഓൾട്ടർനേറ്റീവ്, അതായത് ടെമ്പറേച്ചർ കുറയുകയും ടെമ്പറേച്ചർ കൂടുകയും ചെയ്യും. അങ്ങനെ ഫ്രീസിങ് ആൻഡ് ത്രോയിങ് സൈക്കിൾ ഓൾട്ടർനേറ്റീവ് സൈക്കിൾസ് ഓഫ് ഫ്രീസിങ് ആൻഡ് ത്രോയിങ് ഒരു കോൺക്രീറ്റിനകത്ത് കോൺക്രീറ്റ് സർഫസിൽ എന്താണ് കോൺക്രീറ്റ് സർഫസിൽ ഉണ്ടാകുമ്പോൾ അത് അതിൻ്റെ എന്താണ് സംഭവിക്കുക, കോൺക്രീറ്റിനകത്ത് ഇതുപോലെ ക്രാക്സ് ഫോം ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറബിലിറ്റിനെ എഫക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതിൻ്റെ കേസിലാണ് മോർ എഫക്റ്റ് ഉണ്ടാകുന്നത് വെച്ചാൽ നമ്മൾ കോൺക്രീറ്റിൻ്റെ ഫേസ് വെതർ കണ്ടീഷനിലെ അറ്റ്മോസ്ഫിയറുമായിട്ട് മോർ എക്സ്പോസ്ഡ് ചെയ്തിട്ടുള്ള കോൺക്രീറ്റിൻ്റെ സർഫസിലാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആയിട്ട് പറയാനുള്ളത് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ റോഡ് കർബ്സ് അല്ലെങ്കിൽ പാരപെറ്റ് റോഡ് കർബ്സ് അതിൻ്റെയൊക്കെ കേസിലാണ്. കോൺക്രീറ്റ് മെമ്പേഴ്സ് ഇൻ ഹൈഡ്രോളിക് സ്ട്രക്ചർ ജസ്റ്റ് എബോവ് വാട്ടർ ലെവൽ എക്സെട്ര, അതൊക്കെയാണ് ഫ്രീസിങ് ആൻഡ് ത്രോയിങ് സംഭവിക്കാൻ ചാൻസസ് ഉള്ള സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് റോഡ് കർബ്സ്, പിന്നെ പാരപെറ്റ്, നമ്മൾ വീടിൻ്റെ ഇതിൻ്റെയൊക്കെ പാരപെറ്റ്സ്, പിന്നെ എന്താണ് കോൺക്രീറ്റ് മെമ്പേഴ്സ് ഇൻ ഹൈഡ്രോളിക് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് കോൺക്രീറ്റിൻ്റെ ഫ്രീസിങ് ആൻഡ് ത്രോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് സൾഫേറ്റ് അറ്റാക്കാണ്.
സൾഫേറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സൾഫേറ്റ് അറ്റാക്ക് ചെയ്തൊരു ചാപ്റ്ററിൽ നമുക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഓക്കെ, the term sulfate attack denote an increase in volume of cement paste in concrete or mortar due to the chemical action between product of hydration of cement and solution containing sulfate. സൾഫേറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ സൾഫേറ്റും അതുപോലെ തന്നെ അതായത് സൾഫേറ്റ്സും അറ്റ്മോസ്ഫിയറിലോ അല്ലെങ്കിൽ വേറെ എവിടുന്നെങ്കിലുള്ള സൾഫേറ്റിൻ്റെ പ്രസൻസും നമ്മുടെ സിമെൻറ്റ് പേസ്റ്റിൻ്റെ ഹൈഡ്രേഷൻ പ്രൊഡക്റ്റും തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കും. അങ്ങനെ ഹൈഡ്രേഷൻ പ്രൊഡക്റ്റും ഈ സൾഫേറ്റും തമ്മിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഒരു പുതിയൊരു ജെല്ലെങ്കിലും അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുമ്പം ഈ സിമെൻറ്റ് പേസ്റ്റിൻ്റെ കോൺക്രീറ്റിലോ മോട്ടറിലോ ഉള്ള ഈ സിമെൻറ്റ് പേസ്റ്റിൻ്റെ വോളിയം ഇൻക്രീസ് ചെയ്യും. ഒബ്വിയസ്ലി നമ്മൾ നേരത്തെ പഠിച്ചു, വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡ്യൂറബിലിറ്റി, ക്രാക്സ് ഫോം ചെയ്യും. സോ അതിൻ്റെ ഡ്യൂറബിലിറ്റീനെ അഫക്റ്റ് ചെയ്യും, ഡ്യൂറബിലിറ്റി റെഡ്യൂസ് ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. എന്തൊക്കെ തമ്മിൽ? സൾഫേറ്റ്സും അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് സിമെൻറ്റ്, പ്രൊഡക്റ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് സിമെൻറ്റ്. ഓക്കെ, in the hardened concrete, calcium aluminum hydrate CaH can react with sulfate salt from outside. അതായത് ഹാർഡൻഡ് കോൺക്രീറ്റ് ഹൈഡ്രേഷൻ നടന്നിട്ട് ഹൈഡ്രേഷൻ നടന്നിട്ടുള്ള കോൺക്രീറ്റിനകത്ത്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള കോൺക്രീറ്റിനകത്ത് അതിൻ്റെ ഹൈഡ്രേഷൻ പ്രൊഡക്റ്റാണ് CaH ജെൽ എന്ന് നമ്മൾ പറയുന്നത്. കാൽസ്യം അലൂമിനേറ്റ് ഹൈഡ്രേറ്റ്, CaH ജെൽ, കാൽസ്യം അലൂമിനേറ്റ് ഹൈഡ്രേറ്റ്. ആ CaH ജെല്ലും നമ്മൾ ഔട്ട്സൈഡിൽ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനകത്തുള്ള സൾഫേറ്റ് സാൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ടൊരു ഒരു പുതിയൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ, ദ പ്രൊഡക്റ്റ് ഓഫ് റിയാക്ഷൻ ഇസ് കാൽസ്യം സൾഫോ അലൂമിനേറ്റ് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്യും, forming with framework of hydrated cement paste. Because of increase in volume of the solid phase, which can go up to 27%, a gradual disintegration of concrete take place. അതായത് സൾഫേറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈഡ്രേഷൻ്റെ പ്രൊഡക്റ്റായിട്ടുള്ള CaH ജെല്ല് നമ്മൾ അറ്റ്മോസ്ഫിയറിനകത്തുള്ള സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യും. CaH ജെല്ല് പ്ലസ് സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്താണ് പ്രൊഡക്റ്റ് കിട്ടുന്നത്? കാൽസ്യം സൾഫോ അലൂമിനേറ്റ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാവും. ആ കാൽസ്യം സൾഫോ അലൂമിനേറ്റ് ൻ്റെ വോളിയം എന്ന് പറയുന്നത് നമ്മൾ CaHൻ്റെ വോളിയത്തിനേക്കാളും 9%, CaHൻ്റെ വോളിയത്തിനേക്കാളും കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാജുവൽ ഇൻക്രീസ് ഇൻ വോളിയം എന്തുണ്ടാക്കും? കോൺക്രീറ്റിനകത്ത് ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാക്കും. സോ ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് കോൺക്രീറ്റ് ഉണ്ടാക്കും. അതാണ് സൾഫേറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത്. അപ്പം ദെൻ ഇറ്റ് ലീഡ്സ് ടു എന്താണ്? റെഡ്യൂസ് ദ സ്ട്രെങ്ത് ഓർ ഡിക്രീസ് ദ ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. അതാണ് സൾഫേറ്റ് അറ്റാക്ക്. ഓക്കെ, the rate of sulfate attack increases with increase in strength of solution. അതായത് ഔട്ട്സൈഡിലുള്ള സൾഫേറ്റ് സൊല്യൂഷൻ്റെ സ്ട്രെങ്ത്, സൾഫേറ്റിൻ്റെ എമൗണ്ടിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ സൾഫേറ്റ് അറ്റാക്കിൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. A saturated solution of magnesium sulfate can cause serious damage to concrete with higher water cement ratio in short time. അതായത് ഹയർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഉള്ള കോൺക്രീറ്റിനകത്ത് ഈ മാഗ്നീഷ്യം സൾഫേറ്റിൻ്റെ സൊല്യൂഷൻ്റെ പ്രസൻസ് സീരിയസ് ഡാമേജ് ഉണ്ടാക്കും. However, if the concrete is made with low water cement ratio, concrete can withstand the action of magnesium sulfate for 2 to 3 years. ഹയർ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ഹയർ ആണെങ്കിലാണ് മഗ്നീഷ്യം സൾഫേറ്റിൻ്റെ പ്രസൻസ് സൾഫേറ്റ് സീരിയസ് ഡാമേജ് ഉണ്ടാക്കുന്നത്, സൾഫേറ്റ് ആക്ഷൻ അറ്റാക്ക് ഉണ്ടായിട്ട്. എന്നാൽ ലോ വാട്ടർ സിമെൻറ്റ് റേഷ്യോ ആണെങ്കിൽ അതിന് 2 to 3 years വരെ ഇതിന് സൾഫേറ്റ് അറ്റാക്കിനെ പ്രതിരോധിക്കാൻ പറ്റും, അല്ലെങ്കിൽ സൾഫേറ്റ് അറ്റാക്ക് ഇല്ലാതെ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും കോൺക്രീറ്റിന്. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ സൾഫേറ്റ് അറ്റാക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ആണ് യൂസ് ഓഫ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ്. അതായത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് യൂസ് ചെയ്തതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ C3A കണ്ടൻറ്റ്, ട്രൈ കാൽസ്യം അലൂമിനേറ്റ് കണ്ടൻറ്റ് ലോ ആയിട്ടുള്ള, ട്രൈ കാൽസ്യം അലൂമിനേറ്റ് കണ്ടൻറ്റ് വളരെ കുറഞ്ഞിട്ടുള്ള സിമെൻറ്റ് യൂസ് ചെയ്യുക. അതാണ് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് എന്ന് പറയുന്നത്, ട്രൈ കാൽസ്യം അലൂമിനേറ്റ്. The most efficient method of resisting sulfate attack is to use cement with low C3A content. Okay.
അടുത്തത് ക്വാളിറ്റി ഓഫ് കോൺക്രീറ്റ് ആണ് അടുത്തത്. എ വെൽ ഡിസൈനഡ് പ്ലേസ്ഡ് ആൻഡ് കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് വിച്ച് ഈസ് ഡെൻസ് ആൻഡ് ഇംപെർമിയബിൾ എക്സിബിറ്റ് അറ്റ് ഹയർ റെസിസ്റ്റൻസ് ടു സൾഫേറ്റ് അറ്റാക്ക്. അതായത് വെൽ ഡിസൈൻഡ്, അതായത് പ്രോപ്പർലി ഡിസൈൻഡ് വാട്ടർ സിമെൻറ്റ് റേഷ്യോ പ്രോപ്പർലി മിക്സ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോപ്പർലി കോമ്പാക്റ്റഡ് ആൻഡ് ഇംപെർമിയബിൾ കോൺക്രീറ്റ് ആണെങ്കിൽ അതിന് ഹയർ സൾഫേറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് യൂസ് ഓഫ് എയർ എൻട്രെയിനിങ് ഏജൻസ്. എയർ എൻട്രെയിനിങ് ഏജൻസി യൂസ് ചെയ്യുക. യൂസ് ഓഫ് എയർ എൻട്രെയിനിങ് ഏജൻസ് to about 6% has beneficial effect on sulfate resisting qualities of cement. എയർ എൻട്രെയിനിങ് ഏജൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ about 6% വരെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൾഫേറ്റ് റെസിസ്റ്റൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബെനിഫിഷ്യൽ എഫക്റ്റ് ഈസ് പോസിബിളി ഡ്യൂ ടു റിഡക്ഷൻ ഓഫ് സെഗ്രിഗേഷൻ, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് വർക്കബിലിറ്റി, റിഡക്ഷൻ ഇൻ ബ്ലീഡിങ് ആൻഡ് ജനറലി ബെറ്റർ ഇംപെർമിയബിലിറ്റി ഓഫ് ദ കോൺക്രീറ്റ്. അതാണ് പറയുന്നത്. ഇനി അടുത്തത് യൂസ് ഓഫ് പൊസ്ലോണിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ഇൻകോർപ്പറേഷൻ ഓർ റീപ്ലേസിങ് എ പാർട്ട് ഓഫ് സിമെൻറ്റ് ബൈ പൊസ്ലോണിക് മെറ്റീരിയൽ റെഡ്യൂസ് ദ സൾഫേറ്റ് അറ്റാക്ക്. സിമെൻറ്റിൻ്റെ എമൗണ്ട് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, സൾഫേറ്റ് അറ്റാക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. സിമെൻറ്റിനെ റീപ്ലേസ് ചെയ്യാം പൊസ്ലോണിക് മെറ്റീരിയൽസ് വെച്ചിട്ട്. Admixing the pozzolani convert the leachable calcium hydroxide into insoluble non-leachable cementitious product ആയിട്ട് കൺവേർട്ട് ചെയ്യും പൊസ്ലോണിക് മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് എന്ത് സൾഫേറ്റ് റെസിസ്റ്റൻസ്, സൾഫേറ്റ് അറ്റാക്ക് കൺട്രോൾ ചെയ്യാനുള്ള മെത്തേഡ്സ്. ഫസ്റ്റ് വൺ, C3 കണ്ടൻറ്റ് കുറവുള്ള സിമെൻറ്റ് യൂസ് ചെയ്ത് സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെൻറ്റ് യൂസ് ചെയ്യുക. ദെൻ വെൽ ഡിസൈൻഡ് ആൻഡ് പ്രോപ്പർലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് യൂസ് ചെയ്യുക. ദെൻ ഹെയർ ആൻഡ് ട്രെയിനിങ് അഡ്മിക്സ്ചേഴ്സ് യൂസ് ചെയ്യുക. ദെൻ പൊസ്ലോണിക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷനാണ്. ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൈഡ്രോക്സിൽ അയോൺസും അതുപോലെ തന്നെ നമ്മുടെ അഗ്രിഗേറ്റിനകത്തുള്ള അഗ്രിഗേറ്റിൻ്റെ അകത്തുള്ള സിലിക്കയും തമ്മിലുള്ള റിയാക്ഷനാണ്. അതായത് നമ്മൾ ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ AAR ഈസ് ബേസിക്കലി എ കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ ഹൈഡ്രോക്സിൽ അയോൺസ് ഇൻ ദ പോർ വാട്ടർ within concrete and certain types of rock mineral which sometimes occur as a part of aggregate. Since reactive silica ആണ് മെയിൻ സാധനം, silica in the aggregate is involved in the chemical reaction, it is called alkali silica reaction. ഓക്കെ, ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. അഗ്രിഗേറ്റിനകത്തുള്ള ചില മിനറൽസ്, മെയിൻലി നമ്മൾ സിലിക്ക ആണ് പറയുന്നത് ആൽക്കലി സിലിക്ക റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ അഗ്രിഗേറ്റ്സിനകത്തുള്ള ചില മിനറൽസും അതുപോലെ തന്നെ നമ്മൾ ഹൈഡ്രോക്സിൽ അയോൺസും വാട്ടറിലെ ഹൈഡ്രോക്സിൽ അയോൺസും നമ്മൾ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് ആൽക്കലി റിയാക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് മേജർ കോസ് ഓഫ് ക്രാക്കിംഗ് ഓഫ് കോൺക്രീറ്റ്. അപ്പോൾ ഈ കോൺക്രീറ്റിനകത്ത് ക്രാക്ക് വരാനുള്ള മേജർ കോസ് എന്ന് പറയുന്നത് AAR ആണ്, ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷനാണ്. Aggregate used in large concrete construction should be suitably tested to detect tendency for alkali aggregate reaction. It is to be pointed out that alkali silica reaction take place only at higher concentration of OH minus. OH hydroxyl ion higher concentration ഉണ്ടെങ്കിൽ ആൽക്കലി സിലിക്ക റിയാക്ഷൻ നടക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താണ് ഫയർ റെസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ്. ഫയർ റെസിസ്റ്റൻസ് ഓഫ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഇറ്റ്സെൽഫ് ഒരു ഫയർ റെസിസ്റ്റിംഗ് മെറ്റീരിയൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഹൈഡ്രോ കാർബൺ ഫയർസിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫ്രീസിങ് ആൻഡ് ത്രോയിങ് ഫ്രഷ് കോൺക്രീറ്റിനെ ഹാർഡൻഡ് കോൺക്രീറ്റിനെ കേസിൽ ഫ്രീസിങ് ടെമ്പറേച്ചർ കുറയുമ്പോൾ ഫ്രീസിങ് ടെമ്പറേച്ചർ എത്തുമ്പോൾ വോളിയം അതായത് ഐസ് ക്രിസ്റ്റൽസ് ആയിട്ട് മാറുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. ദെൻ ഇറ്റ് ലീഡ്സ് ടു ക്രാക്കിംഗ് ഓഫ് കോൺക്രീറ്റ് or disintegration of structural property of the concrete. അടുത്തത് സൾഫേറ്റ് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഔട്ട്സൈഡിലെ സൾഫേറ്റും നമ്മൾ പിന്നെന്താണ് കാൽസ്യം CaH ജെല്ലും നമ്മൾ റിയാക്ട് ചെയ്തിട്ട് കാൽസ്യം സൾഫോ അലൂമിനേറ്റ് ഫോം ചെയ്യും. അപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അത് ക്രാക്ക് ഉണ്ടായിട്ട് കോൺക്രീറ്റിൻ്റെ ഡിസിൻറ്റഗ്രേഷൻ ഉണ്ടാവും. പിന്നെ അടുത്തത് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വാട്ടറിനകത്തുള്ള പിന്നെ ആൽക്കലി ഹൈഡ്രോക്സിൽ അയോണും അതുപോലെ തന്നെ അഗ്രിഗേറ്റ്സിനകത്തുള്ള ചില മിനറൽസും നമ്മളുടെ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ഇതുപോലെ തന്നെ കോൺക്രീറ്റിനകത്ത് അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യും. സോ ഇറ്റ് ലീഡ്സ് ടു ക്രാക്കിംഗ് ഓഫ് കോൺക്രീറ്റ്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക്
ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഇൻ സീ വാട്ടറിൽ എങ്ങനെയാണ് കോൺക്രീറ്റിൻ്റെ ഡ്യൂറബിലിറ്റി എന്നുള്ള കാര്യം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.